Namaste viewers, welcome back to my video. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ സോഫ്റ്റ്വെയറിൽ സ്വിംഗ് ട്രേഡിംഗിൽ എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് സ്വിംഗോ സ്കാൽപ്പിംഗ് ഇൻട്രാഡേ അതനുസരിച്ച് നമുക്ക് സ്വയം ഇതിൻ്റെ ടൈം ഫ്രെയിം സെറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഷോർട്ട് ടൈമിലുള്ള ട്രെൻഡാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ലൈവ് പെർഫോമൻസ് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ, ഈ സ്ട്രാറ്റജി എങ്ങനെ വർക്ക് ചെയ്യുന്നത് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ എങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. കോൾ ഓർ വാട്സപ്പ് സെയിം നമ്പർ തന്നെയാണ്. ഞാൻ എടുത്തിരിക്കുന്ന പെർഫോമൻസ് ബെല്ലിൻ്റെയാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും മുകളിൽ വരുന്നതാണ് മാർക്കറ്റ് റേറ്റ്. നമുക്ക് കാണാൻ സാധിക്കും ഒരു ഗ്രീൻ കളർ അപ്പാരോ, അതാണ് നമുക്ക് ബൈ ചെയ്യാനുള്ള ഇൻഡിക്കേഷൻ സോഫ്റ്റ് തരുന്നത്. ഈ സിഗ്നൽസ് വരുമ്പോൾ ഇതൊക്കെ ഓട്ടോമാറ്റിക്കാണ്. സിഗ്നൽ വരുമ്പോൾ അലേർട്ട് മെസ്സേജ് വരും. സെയിം ഡീറ്റെയിൽസ് ഏറ്റവും മേലത്തെ ഡാഷ്ബോർഡിൽ സോഫ്റ്റ്വെയർ കാണിച്ചു തരും. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ട്രേഡ് എല്ലാ സോഫ്റ്റ്വെയർ ഇരുന്ന എല്ലാ ട്രേഡുകളും എടുക്കേണ്ട ആവശ്യമില്ല. അതിൽ കൺഫേം ആയ എൻട്രീസ് മാത്രം പിക്ക് ചെയ്യുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കിവിടെ ഒരു ബൈസൈക്കിൾ വന്നു. ഈ ആരോ വന്ന ശേഷം അതിൻ്റെ ഫസ്റ്റ് കൺഫർമേഷൻ എന്ന് പറയുമ്പോൾ പ്രൈസ് ഇവിടെ ബൈസോൺ തന്നെ കാണിക്കണേ. അതാണ് ഫസ്റ്റ് കൺഫർമേഷൻ. സെക്കൻഡ് ഈ ആരോടെ താഴത്ത് ഈ ഒരു ബാർ കണ്ടാവും, അത് നമ്മുടെ കൺഫർമേഷൻ ബാറാണ്. അപ്പോൾ സിഗ്നൽ വരുമ്പോൾ അത് എന്തായിരിക്കണം, ഗ്രീൻ ആയിരിക്കണം. ഇൻ കേസ് അവിടെ ഗ്രീൻ അല്ല, ഒന്നോ രണ്ടോ ക്യാൻഡിൽ ശേഷം ഗ്രീൻ ആവുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എൻട്രി എടുക്കാവുന്നതാണ്. അതൊരു പ്രോബ്ലം അല്ല. പക്ഷേ നമുക്ക് ഈ ഒരു ബൈസൈക്കിൾ വന്നിരിക്കുന്ന ഈ റെഡ് സ്റ്റാറില്ല, അത് റെസിസ്റ്റ് ചെയ്യുന്ന ലെവല, അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് അവിടെ ബൈ വന്നത് തന്നെ. റെസിസ്റ്റിനെ ബ്രേക്ക് ചെയ്യുന്ന എൻട്രീസിന് താഴത്തെ ബാർ വേണമെന്നില്ല. നമുക്ക് പ്രൈസ് സോൺ ഓക്കെ ആണെങ്കിൽ അവ എൻട്രി എടുക്കാവുന്നതാണ്. ഇവിടെ ഈ ബൈ വന്ന റെസിസ്റ്ററിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടായതുകൊണ്ട് തന്നെ പ്രൈസ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ട്രേഡ് എടുക്കാമായിരുന്നു. അപ്പോൾ നമുക്ക് എൻട്രി വരുമ്പോൾ തന്നെ അതിൻ്റെ എക്സിറ്റ് ലെവൽ 3 എക്സിറ്റ് ലെവൽ ടാർഗറ്റിൽ നിന്ന് 3 കാണിച്ചു തരും. സ്റ്റോപ്പ് ലോസും ഉണ്ടാകും. സ്റ്റോപ്പ് ലോസ് ട്രേഡിംഗ് ആണ്. അപ്പോൾ ഈ ഒരു ട്രേഡ് നമുക്ക് വന്നിരിക്കുന്നത് വെച്ചാൽ 29th ഓഗസ്റ്റിലാണ്. അപ്പോൾ ആ ഒരു ബൈ ഇന്നെന്ന് പറയുമ്പോൾ ഇന്ന് നോക്കുമ്പോൾ മാർക്കറ്റ് ചെറുതായിട്ട് ഡൗൺ നിൽക്കുവാണ്. പക്ഷെ സോഫ്റ്റ് തന്ന ടാർഗറ്റ് എല്ലാം അച്ചീവ് ചെയ്ത് മാറിയിട്ടുണ്ട്. ഈ ഒരു ട്രേഡിൽ നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് ഇനി ഈ ഒരു ബൈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു റെഡ് സ്റ്റാർ ഇല്ല, അത് റെസിസ്റ്റന്റ് ലെവലാണ്. അതിനെ ബ്രേക്ക് ചെയ്ത് കയറുകയാണെങ്കിൽ നമുക്ക് ഇതിനെ ഈ ഒരു സ്റ്റോക്കിനെ രണ്ടാമത് ബൈ ചെയ്തിടാവുന്നതാണ്. നമുക്ക് കൺഫേം എൻട്രി ആണെങ്കിൽ ഒരു 80-90% ഇതിനകത്ത് ആക്യുറസി റേറ്റ് ഉണ്ട്. അതായത് നമ്മൾ പറയുന്ന ടാർഗറ്റ് അച്ചീവ് ചെയ്യും. നിങ്ങൾക്ക് ഇത് ലൈവായിട്ട് ടെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.